ഹലോ, എന്തെല്ലാം വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ വാഹനത്തിലെ, അതായത് പെട്രോൾ എഞ്ചിനുകളിലെ ഇഗ്നീഷൻ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ടുള്ള ഇഗ്നീഷൻ കോയിലിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇഗ്നീഷൻ കോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വാഹനത്തിലെ ബാറ്ററിയിലെ 12 വോൾട്ടിനെ ഏകദേശം 30,000 മുകളിലേക്ക് ഹൈ വോൾട്ടേജ് ആക്കി മാറ്റിയിട്ട് എൻജിനിലെ സ്പാർക്ക് പ്ലഗിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് സ്പാർക്ക് പ്ലഗിൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗിൽ നിന്നുള്ള സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് പെട്രോൾ എഞ്ചിനുകളിൽ എയർ ഫ്യൂൽ മിക്സറിനെ കത്തിക്കുന്നത്. സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാകണമെങ്കിൽ ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നീഷൻ കോയിൽ ട്രാൻസ്ഫോമറിന് സമാനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സ്പാർക്ക് പ്ലഗ് പ്രവർത്തിക്കേണ്ട സമയം മനസ്സിലാക്കി എൻജിൻ കൺട്രോൾ യൂണിറ്റ് ഇഗ്നീഷൻ കോയിൽ നിന്ന് ഹൈ വോൾട്ടേജ് കറന്റ് സ്പാർക്ക് പ്ലഗിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഇഗ്നീഷൻ കോയിലിന്റെ വർക്കിംഗ് വരുന്നത്. ഇനി നമ്മുടെ ഇഗ്നീഷൻ കോയിലിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ സാധാരണയായിട്ട് കാണുന്ന കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്നത് എൻജിൻ മിസ്ഫയർ ഉണ്ടാകാം, അതുപോലെ തന്നെ നമ്മുടെ പവർ കുറയുന്ന പോലെ ഒരു ഫീല്, അല്ലെങ്കിൽ നമ്മുടെ ആക്സിലറേഷൻ്റെ ആ ഒരു കുറവ്, പിന്നെ അതുപോലെ തന്നെ എൻജിൻ വാർണിംഗ് ലൈറ്റ് നമുക്ക് ഡാഷ്ബോർഡിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ എക്സോസ്റ്റ് പുകയിൽ നമുക്ക് പെട്രോളിൻ്റെ ഒരു സ്മെല്ല്, അതായത് ചിലപ്പോൾ പെട്രോൾ പൂർണ്ണമായിട്ട് കത്താതെ വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൈലേജ് ഷോർട്ട് നമുക്ക് അനുഭവപ്പെടാം. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ഈ ഇഗ്നീഷൻ കോയിലൊക്കെ കംപ്ലൈൻറ്റ് വന്നത് കൊണ്ടാകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്നുണ്ടെങ്കിൽ ഇഗ്നീഷൻ കോയിൽ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇഗ്നീഷൻ കോയിലിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.